ഹല്ലേലൂയ ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്ന് പറയുവാൻ പോകുന്ന ഒരു തിരുട്ടു ഗ്രാമത്തിൻ്റെ കഥയാണ്. തിരുട്ടു ഗ്രാമം എന്ന് വെച്ചാൽ മോഷ്ടാക്കളുടെ ഗ്രാമം. സമീപകാലത്ത് തമിഴ്നാട്ടിലെ തിരുട്ടു ഗ്രാമങ്ങളിൽ നിന്ന് മോഷ്ടാക്കൾ കേരളത്തിൻ്റെ പട്ടണങ്ങളിലെത്തി കൊള്ള നടത്തുന്നതിൻ്റെ വാർത്തകൾ മാധ്യമങ്ങളിലൊക്കെ വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. ഈ കഥ ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലെ സ്റ്റുവർട്ട്പുരം എന്ന തിരുട്ടു ഗ്രാമത്തിൻ്റെ അത്ഭുത കഥയാണ്. അതായത് ഞാൻ അത്ഭുത കഥയെന്ന് പറഞ്ഞത് അതൊരു അത്ഭുത കഥയായതുകൊണ്ട് തന്നെയാണ്. ഗ്രാമത്തിൻ്റെ ചരിത്രത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി നമുക്ക് സ്റ്റുവർട്ട്പുരം ഗ്രാമവാസിയും മുൻ കൊള്ളക്കാരനുമായിരുന്ന ബെല്ലാക്കു ഇസഹാക്കിൻ്റെ ജീവിതകഥ ആദ്യം കേൾക്കാം. ഇപ്പോൾ 80 വയസ്സ് പ്രായമുള്ള ബെല്ലാക്കു ഇസഹാക്ക് ഒരു കാലത്ത് കുപ്രസിദ്ധനായ ഒരു മോഷ്ടാവും 9 പേരടങ്ങുന്ന ഒരു സായുധ കൊള്ളസംഘത്തിൻ്റെ തലവനുമായിരുന്നു. വീടുകളിലും ബാങ്കുകളിലും ട്രെയിനിലുമൊക്കെ അതിവിദഗ്ധമായി കൊള്ളകൾ നടത്തുകയും മോഷണ വസ്തുക്കളായ സ്വർണവും പണവുമൊക്കെയായി അതിവേഗം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന അസാധാരണ മെയ്വഴക്കമുള്ള ഒരു കൊള്ളക്കാരൻ. പോലീസിൻ്റെ പിടിയിൽപ്പെടാതെ രക്ഷപ്പെടുവാനുള്ള ഈ കഴിവുകൊണ്ട് അയാൾക്കൊരു വിളിപ്പേരും ലഭിച്ചിരുന്നു. ബംഗാരു പിച്ചൂക്ക എന്ന് വെച്ചാൽ സ്വർണ്ണ കുരുവി എന്നർത്ഥം. ഒരു കുഞ്ഞു കുരുവി പറന്നകലുന്നത് പോലെ അപ്രത്യക്ഷമാകുന്ന ബെല്ലാക്കുവിൻ്റെ മികവിനുള്ള അംഗീകാരം തന്നെയായിരുന്നു ഈ പേര്. വർഷങ്ങളോളം പോലീസിന് പിടികൊടുക്കാതെ അയാൾ ഒളിവ് ജീവിതം നയിച്ചു. കൊള്ളമുതലുകൾ കൊണ്ട് ആർഭാടപൂർവമായ ജീവിതം. ഇടയ്ക്ക് വല്ലപ്പോഴുമൊക്കെ സ്റ്റുവർട്ട്പുരം ഗ്രാമത്തിലെത്തി ഭാര്യയെയും മക്കളെയും കാണും. അപ്പോഴൊക്കെ മോഷണം അവസാനിപ്പിച്ച് സ്വസ്ഥമായി ജീവിക്കണമെന്ന് തോന്നലുണ്ടാകും. പക്ഷെ ദിവസങ്ങൾക്കകം അയാൾ വീണ്ടും വലിയൊരു കവർച്ചയിലേക്ക് വഴുതി വീഴും. ഈ ബെല്ലാക്കുവിൻ്റെ മോഷണത്തിൻ്റെ പങ്കുപറ്റുന്ന പോലീസുകാർ ദീർഘകാലം അയാളെ രക്ഷപ്പെടുവാൻ സഹായിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഒടുവിൽ പോലീസ് ബെല്ലാക്കുവിനെ ചതിച്ചു. ഒരു ദിവസം അപ്രതീക്ഷിതമായി അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കോടതി അയാളെ 7 വർഷത്തെ തടവിന് ശിക്ഷ വിധിച്ച് ജയിലിലേക്ക് അയച്ചു. ഒരു സ്വർണ്ണ കുരുവിയെ പോലെ പറന്നു നടന്നിരുന്ന ബെല്ലാക്കുവിന് ജയിലിലെ ഏകാന്തതയും ഒറ്റപ്പെടലും അസഹ്യമായി മാറി. എങ്ങനെയും ജയിലിൽ നിന്ന് പുറത്തു ചാടുവാൻ പല തവണ പല തന്ത്രങ്ങൾ പയറ്റിയെങ്കിലും എല്ലാം പരാജയപ്പെടുകയായിരുന്നു. എന്നാൽ ആ ജയിൽവാസമാണ് ബെല്ലാക്കു എന്ന കൊള്ളക്കാരൻ്റെ ജീവിതത്തെ തന്നെ അത്ഭുതകരമായി രൂപാന്തരപ്പെടുത്തിയത്. സമീപകാലത്ത് ക്രിസ്ത്യാനിയായ ഒരു സഹതടവുകാരൻ ബെല്ലാക്കുവിനോട് സുവിശേഷം പറയുവാൻ തുടങ്ങി. അയാൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുകയും പരിചയപ്പെടുത്തുകയും ചെയ്തു. സ്നേഹനിധിയായ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ബെല്ലാക്കുവിൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. ചില ദിവസങ്ങളിലെ സുവിശേഷ കേൾവിക്കൊടുവിൽ ഒരു രാത്രി തൻ്റെ ജയിൽ മുറിയിലെ പുൽപ്പായിൽ മുട്ടുകുത്തി ബെല്ലാക്കു ഇപ്രകാരം പ്രാർത്ഥിച്ചു: യേശുവേ, അങ്ങ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ വളരെയധികം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങ് എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ പാപങ്ങൾ മോചിച്ച് എന്നെ രക്ഷിക്കണമേ. ഈ പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോഴേക്ക് ബെല്ലാക്കുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിലവിളിയോടെ ആ പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോഴേക്ക് ബെല്ലാക്കു ഒരു പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞിരുന്നു. രക്ഷയുടെ സന്തോഷവുമായി ബെല്ലാക്കു ജയിൽ മുറിയിൽ മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ സമയം ചിലവഴിച്ചു. അക്കൂട്ടത്തിൽ അയാൾ ഒരു കാര്യം കൂടെ യേശുവിനോട് പ്രാർത്ഥിച്ചു: എന്നെ ഈ ജയിൽവാസത്തിൽ നിന്ന് വിടുവിക്കണം. ഇതായിരുന്നു ബെല്ലാക്കുവിൻ്റെ പ്രാർത്ഥന. അത്ഭുതമെന്ന് പറയട്ടെ, 7 വർഷം ജയിൽ ശിക്ഷ വിധിക്കപ്പെട്ടിരുന്ന ബെല്ലാക്കു 1 വർഷത്തിനകം തന്നെ ജയിൽ മോചിതനായി. ബെല്ലാക്കുവിനെതിരെ പ്രോസിക്യൂഷൻ അവതരിപ്പിച്ച തെളിവുകൾ പലതും വ്യാജമായി കെട്ടിച്ചമച്ചതാണെന്ന് കോടതി പിന്നീട് മറ്റൊരു കേസിൻ്റെ സാഹചര്യത്തിൽ കണ്ടെത്തുകയും അങ്ങനെ ബെല്ലാക്കുവിനെ കുറ്റവിമുക്തനാക്കുകയുമായിരുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം 14 വർഷത്തോളം ഒരു പ്രാദേശിക സഭയിൽ ഒരു വോളണ്ടിയറായി ബെല്ലാക്കു സേവനമനുഷ്ഠിച്ചു. തറ തുടയ്ക്കുക, പാചകം ചെയ്യുക, പാത്രങ്ങൾ വൃത്തിയാക്കുക തുടങ്ങിയ ജോലികളൊക്കെയാണ് അദ്ദേഹം സന്തോഷത്തോടെ ചെയ്തത്. പ്രാർത്ഥനയിലൂടെയും സേവനത്തിലൂടെയും ജീവിതം ക്രിസ്തുവിൽ വേരൂന്നിയപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കൽ പോലും തൻ്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങണമെന്ന ചിന്ത പോലും ഉണ്ടായില്ല. സുവിശേഷം ഒരു മനുഷ്യനിൽ വരുത്തുന്ന അത്ഭുതകരമായ മാറ്റത്തിൻ്റെ നേർക്കാഴ്ചയാണ് ബെല്ലാക്കുവിൻ്റെ പിന്നീടുള്ള ജീവിതത്തിൽ നാം ദർശിക്കുന്നത്. ഒരു ദിവസം രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ബെല്ലാക്കുവിനൊരു ദർശനമുണ്ടായി. യേശു അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. ബെല്ലാക്കു നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ യേശു പതിയെ കരം നീട്ടി ബെല്ലാക്കുവിൻ്റെ തോളിൽ സ്പർശിച്ചു.
തൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച സുവിശേഷത്തെക്കുറിച്ച് മറ്റുള്ളവരോട് സാക്ഷ്യപ്പെടുത്തുവാൻ യേശു ബൊല്ലാക്കുവിനോട് നിർദ്ദേശിച്ചു. ബൊല്ലാക്കു വളരെ സന്തോഷത്തോടെ ആ നിയോഗം ഏറ്റെടുത്തു. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി ബൊല്ലാക്കു ഇസഹാക്ക് എന്ന സുവിശേഷകൻ ഒരു കയ്യിൽ ബൈബിളും ഏന്തിക്കൊണ്ട് 100 കണക്കിന് പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. എല്ലാ പ്രസംഗവും അവസാനിപ്പിക്കുന്നത് ഒരേ ഓൾട്ടർ കോളോടെയാണ്: എന്നെ പോലെ ഒരു നികൃഷ്ട പാപിയെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ അവൻ തീർച്ചയായും നിങ്ങളെയും രക്ഷിക്കുന്നു. നിങ്ങളെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ കീഴടങ്ങുക, ചെയ്തുപോയ പാപങ്ങൾ ഏറ്റുപറയുക, മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടുക. പലപ്പോഴും അദ്ദേഹം വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയിറങ്ങുന്നത് നമുക്ക് കാണാം. ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ള തൻ്റെ ജീവിതത്തിൻ്റെ തീവ്രമായ ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ബൊല്ലാക്കുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത്. അത് ദുഃഖത്തിൻ്റെ കണ്ണുനീരല്ല, നിറഞ്ഞു കവിയുന്ന സന്തോഷത്തിൻ്റെ ആനന്ദാശ്രുക്കളാണത്. ഇത് ബൊല്ലാക്കു ഇസഹാക്കിൻ്റെ മാത്രം കഥയല്ല, സ്റ്റുവർട്ട്പുരം എന്ന ഗ്രാമത്തിൻ്റെ രൂപാന്തരത്തിൻ്റെ അത്ഭുത കഥയാണ്. നമുക്കതിലേക്കൊന്ന് എത്തി നോക്കാം. 1913 ബ്രിട്ടീഷ് കൊളോണിയൽ ഗവൺമെൻറ് കുറ്റവാളികളെ രൂപാന്തരപ്പെടുത്തുവാനും പുനരധിവസിപ്പിക്കുവാനുമുള്ള ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായാണ് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ ഒരു സെറ്റിൽമെൻറ്റ് കോളനി സ്ഥാപിച്ചത്. നാടോടികളായി നടന്ന് മോഷണം നടത്തി ഉപജീവനം നടത്തുന്ന എരുകുല എന്ന ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളെ ഈ കോളനിയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ആന്ധ്രാപ്രദേശിലെ ജയിലുകളിൽ നിന്ന് ഈ ഗോത്രത്തിൽ ഉൾപ്പെട്ട കുറ്റവാളികളെ തെരഞ്ഞു പിടിച്ച് ഈ ഗ്രാമത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. ഒപ്പം അലഞ്ഞു നടക്കുന്ന കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന എരുകുല ഗോത്രക്കാരെയും ഇവിടേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ബ്രിട്ടീഷ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്ന ഹരോൾഡ് സ്റ്റുവർട്ട് ആയിരുന്നു ഈ പദ്ധതിയുടെ ഉപജ്ഞാതാവ്. അതിനാൽ തന്നെ പിൽക്കാലത്ത് ഈ ഗ്രാമം സ്റ്റുവർട്ട്പുരം എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. ഉപജീവനത്തിനായി എരുകുല വർഗ്ഗക്കാർ നാടോടികളായി കഴുതപ്പുറത്ത് വിദൂര ഗ്രാമങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുന്നവരായിരുന്നു. അവർ തങ്ങളുടെ കരങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ചൂലുകൾ, പായകൾ, കൊട്ടകൾ എന്നിവ ഗ്രാമങ്ങളിലൊക്കെ വിറ്റ് അങ്ങനെ ഉപജീവനം നടത്തുന്നവരായിരുന്നു. 1850കളിൽ റെയിൽവേ ഗതാഗതം നിലവിൽ വന്നതോടെ ഈ ജനതയുടെ വ്യാപാര സാധ്യതകളൊക്കെ തന്നെ നിലച്ചുപോയിരുന്നു. ഉപജീവനം വലിയ പ്രതിസന്ധിയിലുമായി മാറി. അതോടൊപ്പം മറ്റൊരു തിരിച്ചടി കൂടി അവർക്ക് നേരിടേണ്ടി വന്നു. 1878 ഇന്ത്യൻ വന നിയമം നടപ്പിലാക്കിയതോടെ വനങ്ങളിൽ നിന്ന് അവരുടെ കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നതിന് വലിയ വിലക്കുണ്ടായി. നിരക്ഷരരാണിവർ, ഭൂരഹിതരാണ്, ഉയർന്ന ജാതിക്കാരുടെ അവഹേളനങ്ങൾ അവർ നിരന്തരം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് അരക്ഷിതമായൊരു ജീവിത സാഹചര്യത്തിൽ ഇവർക്ക് മറ്റൊരു മാർഗവുമില്ലാതെ ഇവർ കുറ്റകൃത്യങ്ങളിലേക്കും മോഷണത്തിലേക്കുമൊക്കെ തിരികെയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെയുള്ള ആളുകളെയാണ് സ്റ്റുവർട്ട്പുരത്തേക്ക് താമസിക്കുവാനായിട്ട് ഗവൺമെൻറ് ശ്രമിച്ചത്. അവരിൽ പലരും കൊള്ളക്കാരായി തന്നെ തങ്ങളുടെ ജീവിതം തുടർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. ഇവർക്ക് അക്ഷരാഭ്യാസമില്ല. നാടോടികളായ ഒരു സമൂഹം ഒറ്റയടിക്ക് അവരെ മാറ്റിയെടുക്കുക എന്നത് അസാധ്യമായൊരു കാര്യമായിരുന്നു. ഒരു കുപ്രസിദ്ധ തിരുട്ട് ഗ്രാമമായി വളരെ വേഗം സ്റ്റുവർട്ട്പുരം മാറി. ഒരു ജനതയെ മുഴുവൻ ക്രിമിനൽ ട്രൈബ് എന്ന് പറഞ്ഞ് മുദ്രകുത്തി എന്നുള്ളതാണ് ഇവരെ ഇവിടേക്ക് മാറ്റിയതുകൊണ്ട് സംഭവിച്ച ഏറ്റവും ദോഷകരമായ കാര്യം. കുറ്റവാളികളെ പരിവർത്തനം ചെയ്യുന്നതിൽ ഇതിനകം തന്നെ പ്രശസ്തി നേടിയിരുന്ന സാൽവേഷൻ ആർമി എന്ന മിഷണറി പ്രസ്ഥാനത്തെ ബ്രിട്ടീഷ് ഭരണകൂടം ഇവിടേക്ക് ക്ഷണിച്ചു. മോഷ്ടാക്കളും കുറ്റവാളികളുമായ ഈ ജനതയെ രൂപാന്തരപ്പെടുത്തുവാനുള്ള ദൗത്യം അങ്ങനെ സാൽവേഷൻ ആർമി ഏറ്റെടുത്തു. സാൽവേഷൻ ആർമിയുടെ കീഴിൽ കോളനിയിലെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുവാനുള്ള നിരന്തരമായ പരിശ്രമങ്ങൾ നടന്നു. ബൈബിൾ കഥകൾ പഠിപ്പിക്കുന്നതിനും ധാർമ്മിക വിദ്യാഭ്യാസത്തിനുമായി ഒരു പ്രാഥമിക വിദ്യാലയം അവിടെ സ്ഥാപിക്കപ്പെട്ടു. കൂടാതെ മുതിർന്നവരായ ആളുകൾക്ക് ഭൂമിയിൽ കൃഷി ചെയ്യുന്നതിനുള്ള പരിശീലനവും മറ്റ് സഹായങ്ങളും നൽകി. കൂടാതെ ഗുണ്ടൂരിലെ ഇന്ത്യൻ ലീഫ് ടുബാക്കോ ഡെവലപ്മെൻറ്റ് കമ്പനിയിൽ, ഇന്നത്തെ ITC ലിമിറ്റഡ്, നിരവധി പേർക്ക് തൊഴിലവസരം നൽകി. 1947 ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ലേമൻസ് ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓർഗനൈസേഷൻ തുടങ്ങിയ സ്വദേശ പ്രസ്ഥാനങ്ങൾ ഈ പ്രവർത്തനങ്ങൾ തുടർന്നു പോന്നു.
വിദ്യാഭ്യാസം, തൊഴിലവസരങ്ങൾ, ധാർമ്മിക പരിഷ്കരണം എന്നിവയിലൂടെ നിരവധി ആളുകൾക്ക് അടിസ്ഥാനപരമായ മാറ്റം വന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായി നിൽക്കുന്നു. എന്നിട്ടും സ്റ്റുവർട്ട് പുരത്തെ ചുറ്റിപ്പറ്റിയുള്ള കളങ്കം തുടർന്നുകൊണ്ടേയിരുന്നു. സ്റ്റുവർട്ട് പുരം എന്ന പേര് വഹിക്കുന്ന ജനപ്രിയ തെലുങ്ക് ചരിത്ര നാടകങ്ങളും സിനിമകളും അതിലെ നിവാസികൾ മുഴുവൻ കൊള്ളക്കാരാണെന്ന പ്രതിച്ഛായ ജനങ്ങളുടെ ഇടയിൽ ഉറപ്പിച്ചു. കൂടാതെ എവിടെയെങ്കിലും ഒരു മോഷണം നടന്നാൽ പോലീസ് നേരെ സ്റ്റുവർട്ട് പുരം ഗ്രാമത്തിലേക്ക് ഓടിയെത്തി പരിശോധനകൾ നടത്തുന്നതും ദീർഘകാലത്തെ ഒരു പതിവായിരുന്നു. ഇത്തരം പ്രശ്നങ്ങൾ ഈ ഗ്രാമത്തിൻ്റെ മാറ്റത്തിൽ ദീർഘകാലം വിലങ്ങുതടിയായി നിന്നു. ഇന്നും കാര്യമായ വികസനങ്ങളൊന്നും ഈ ഗ്രാമത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതുണ്ട്. എന്നിരുന്നാലും ക്രിസ്തീയ പ്രവർത്തനങ്ങളിലൂടെ പരിവർത്തനം ചെയ്യപ്പെട്ട ഗ്രാമീണരുടെ സാക്ഷ്യങ്ങൾ ജനങ്ങളുടെ ധാരണയെ പതിയെ മാറ്റുവാൻ തുടങ്ങി. നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് എടുത്തു കാണിക്കുവാനുണ്ട്. അബ്ബ ഖാൻ യേശുദാസ് 45 വർഷത്തോളം ഭീകരനായ കൊള്ളക്കാരനായിരുന്നു. മദ്രാസ് സെൻട്രൽ ജയിലിൽ കഴിയുമ്പോൾ അദ്ദേഹവും ബൊല്ലാക്കുവിനെ പോലെ ഒരു സഹതടവുകാരനിൽ നിന്ന് സുവിശേഷം കേട്ടു. ജയിൽ മോചിതനായ ശേഷം അദ്ദേഹം ഒരു സുവിശേഷകനായി മാറി. മറ്റൊരാൾ വളരെ പ്രശസ്തനാണ്. ആന്ധ്രാപ്രദേശിലെ ക്രിസ്ത്യൻ ഗാനരചയിതാവ് സ്റ്റുവർട്ട് പുരം സുധാകരൻ. അദ്ദേഹത്തിൻ്റെ ജനപ്രിയ തെലുങ്ക് ക്രൈസ്തവ ഗാനങ്ങൾ ഒരു കൊള്ളക്കാരൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ക്രിമിനൽ ഭൂതകാലവും യേശുവിൽ അദ്ദേഹം കണ്ടെത്തിയ പുതിയ ജീവിതത്തിൻ്റെയും നേർക്കാഴ്ചയാണ് അതിൻ്റെ സാക്ഷ്യമാണ്. ഇന്ന് കുറ്റകൃത്യങ്ങൾക്ക് പകരം നേട്ടങ്ങൾക്കാണ് സ്റ്റുവർട്ട് പുരം അറിയപ്പെടുന്നത്. ധാരാളം ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അധ്യാപകർ, അഭിഭാഷകർ, സിവിൽ സർവീസുകാർ, മന്ത്രിമാർ ഒക്കെ ഈ സ്ഥലത്തു നിന്നുണ്ടായി. ഒരു സംസ്ഥാന പോലീസ് മേധാവി പോലും സ്റ്റുവർട്ട് പുരത്തു നിന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ എത്ര വലിയ മാറ്റമാണ് ആ ദേശത്തിനുണ്ടായതെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. മാത്രവുമല്ല, കഴിഞ്ഞ കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണ്ണ മെഡലുകളാണ് സ്റ്റുവർട്ട് പുരത്തെ കായിക താരങ്ങൾ നേടിയെടുത്തിരിക്കുന്നത്. ഒരു തിരുട്ട് ഗ്രാമത്തിന് ശാശ്വതമായ മാറ്റത്തിനുള്ള അടിത്തറ പാകിയതിന് ഗ്രാമവാസികൾ സാൽവേഷൻ ആർമി എന്ന സഭാപ്രസ്ഥാനത്തോടും മിഷണറിമാരോടും എക്കാലവും കടപ്പെട്ടിരിക്കുന്നു. സതുദ്ദേശത്തോടെ ആണെങ്കിലും ഒരു വംശത്തെ മുഴുവൻ കുറ്റവാളികളായി മുദ്രയടിച്ച കൊളോണിയൽ ഭരണകൂടത്തിൻ്റെ മുൻവിധി തികച്ചും തെറ്റായിരുന്നുവെന്ന് പിന്നീട് നടത്തിയ ഗവേഷണങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി സ്റ്റുവർട്ട് പുരത്ത് ബൊല്ലാക്കുവിൻ്റെ സാക്ഷ്യം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഗ്രാമത്തിലെ ഏകദേശം 5000-ഓളം ആളുകൾ ഇതിനകം ക്രൈസ്തവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കൊള്ളക്കാരുടെ ഗ്രാമം ഇന്ന് സുവാർത്താപുരമായി മാറിയിരിക്കുന്നു. ഗ്രാമത്തിൽ സജീവമായ ഏകദേശം 20 ക്രിസ്തീയ ആരാധനാലയങ്ങൾ ഇപ്പോഴുണ്ട്. ഇന്ന് സ്റ്റുവർട്ട് പുരത്തെ വിശ്വാസികൾ അയൽ ഗ്രാമങ്ങളിൽ പോയി സുവിശേഷം പങ്കിടുന്നു. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വാർഷിക സുവിശേഷ കൺവെൻഷനുകൾ ഈ ഗ്രാമത്തിൽ നടന്നു വരുന്നു. ഇന്ത്യയിലുടനീളമുള്ള യരുകുല സമൂഹത്തിലേക്ക് പുതിയ നിയമം വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഗ്രാമത്തിലെ 6 ചെറുപ്പക്കാർ ചേർന്ന് അടുത്തിടെ യരുകുല ഭാഷയിലേക്ക് പുതിയ നിയമം വിവർത്തനം ചെയ്യുകയും അത് പ്രിൻ്റ് ചെയ്യുകയും ചെയ്തു. ഓരോ വലിയ മോഷണ വാർത്തയും പുറത്തു വന്നാലുടൻ ഗ്രാമത്തിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ ഓടിയെത്തുന്ന കാലം കഴിഞ്ഞു. ഇതൊരു അത്ഭുത രൂപാന്തരത്തിൻ്റെ കഥയാണ്. വെറുമൊരു ബെല്ലാക്കുവിൻ്റെ മാത്രം കഥയല്ല, ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ രൂപാന്തരത്തിൻ്റെ കഥ. തിരുട്ടുഗ്രാമം എന്ന കുപ്രസിദ്ധി ഇല്ലാതാക്കുന്നതിനായി തങ്ങളുടെ ഗ്രാമത്തിൻ്റെ പേര് ഔദ്യോഗികമായി തന്നെ സുവാർത്താപുരം എന്ന് മാറ്റണമെന്ന് ഗ്രാമവാസികൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ സുവിശേഷം ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന പരിവർത്തനത്താൽ ഈ ദേശത്തെ ഇനി വിളിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പേര് സുവാർത്താപുരം എന്ന് തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഹല്ലേലൂയ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.